ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. സർപ്രൈസ് ആയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? ആ ഒരു സന്തോഷമാണ് ഇതെൻ്റെ മാഷും ടീച്ചറുമാണ്. എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറും UP സ്കൂളിൽ പഠിപ്പിച്ച മാഷും എൻ്റെ വീട്ടിലേക്ക് വാവേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ടീച്ചർ മാഷൊക്കെ തിരിച്ചു പോയിട്ട് നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി. പിള്ളേർ കുറേ ദിവസമായി പറയുന്നത് പാർക്കിൽ കളിപ്പിക്കാൻ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പയ്യാമ്പലത്താണ് പോയത്. കണ്ണൂരുള്ള പയ്യാമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട്. ആ ഒരു പാർക്കിലാണ് പോയത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. 30 രൂപയായിരുന്നു എൻട്രി ഫീ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. മേലെ ടാഗ് ചെയ്ത് കൊടുക്കുക. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച ഡ്രസ്സും ടാഗ് ചെയ്തിട്ടുണ്ട്. പിള്ളേരെ ഇടക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കൂലേ. ഇപ്പോൾ യാമിക്കുട്ടി ആയാലും അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേർ കുറേ സമയം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ കൊണ്ടുപോയിട്ട് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് അവരുടെ മാനസികാരോഗ്യത്തിനും എല്ലാം നല്ലതായിരിക്കും. ഞാനും ഏട്ടനും അവർ നാലാളും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ പോയിട്ട്. ഏതിലാ കയറേണ്ടത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ഏരിയ ആണ്. അവിടെ മൊത്തം കുറേ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജാൻവിയിലും വലിയ ആകാശത്തൊട്ടിലും എല്ലാം ഉണ്ട്. അതിലൊന്നും കയറിയിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വിചാരിച്ച ഒരു ചായ ഒക്കെ കുടിക്കുക, എന്നിട്ട് ബാക്കി സംഭവങ്ങളിലൊക്കെ കയറാന്ന്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചായക്കട ഉണ്ട്. അവിടെ നിന്നാണ് കഴിച്ചത്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ചൂട് ചായയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ചായ എല്ലാം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. കടികളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. 50, 100 അങ്ങനെയൊക്കെയാണ് ഓരോ ഐറ്റംസിൻ്റെ പൈസ എന്ന് പറയുന്നത്. പക്ഷേ പിള്ളേർ നല്ലോണം എൻജോയ് ചെയ്തു. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പം എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്തു. നിച്ചുട്ടി ലാസ്റ്റ് ആ വണ്ടിയിലൊക്കെ കയറി. അത് നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. മാളിലൊക്കെ പോയാൽ കയറാറുണ്ട്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് ബീച്ച് വരുന്നത്. ഒന്ന് സന്ധ്യ ആകുമ്പം ഇരുട്ടാവുമ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കളിച്ചിട്ടൊന്നുമില്ല. കുറച്ച് ഇങ്ങനെ നിന്ന് കളിച്ച്. യാമിക്കുട്ടി ഞാനും ഇങ്ങ് കരക്ക് നിന്നു കേട്ടോ. യാമി ഫസ്റ്റ് ടൈമാണ് ബീച്ചിൽ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിനി. പക്ഷെ ചെറുതായിട്ട് ഉറക്കം വന്നുകൊണ്ട് ഇങ്ങനെ എൻ്റെ മേത്ത് ചാഞ്ഞ് കിടക്കുന്ന ഉണ്ടായത്. കുറേ കുഞ്ഞുമക്കളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തോ ഇഷ്ടമല്ല ബീച്ചിലെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നതൊന്നും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ കളിച്ചിട്ട് അങ്ങനെ കിടന്നിട്ടൊന്നുമില്ലേ. കുറേ നേരം നിന്നിട്ട് വെള്ളത്തിര വരുമ്പം ഇങ്ങനെ എൻജോയ് ചെയ്തു. ഏട്ടനും ചേച്ചി ഉള്ളതുകൊണ്ട് നിച്ചുട്ടിക്കും അത് ഭയങ്കര ഹാപ്പിയായി. നല്ലോണം എൻജോയ് ചെയ്ത്. വലിയ രാത്രി ആവാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. യാമി ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉറങ്ങി ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിയാണ്. ഞാൻ പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാർക്കിൽ നിന്ന്. അവിടെ ഫീഡിങ് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പഴം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു.